കുണ്ടൂർ കുഞ്ഞുവിനെ കൊന്നതിന്റെ ശേഷമല്ലേ അത്? അതെ, തൗബ ഉണ്ടായ ശേഷമാണ്. അതാ സംഭവം. ഞങ്ങളെ എറണാകുളം സമ്മേളനത്തിൽ പോകരുത് എന്ന് ബീബിയും തങ്ങളും പ്രസ്താവന ഇറക്കി സുന്നികൾക്കിടയിലുണ്ടായ ഭിന്നിപ്പിൽ ഒരു ഭാഗത്ത് കക്ഷി ചേർന്ന് കേരളത്തിലെ ഞങ്ങളെ പ്രവർത്തകന്മാരെ ക്രൂരയായി വേട്ടയാടി കൊലപ്പെടുത്തിയ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഭാഗത്ത് നിന്ന് ചില ചേഞ്ചുകൾ ഞങ്ങൾ കണ്ടു. അതായിരുന്നു ഈ 10-20 കൊല്ലക്കാലം AP ഉസ്താദ് ഒരു പള്ളിൽഗാനത്തിനുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ വരൂല എന്ന് തീരുമാനമെടുത്ത പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങള് AP ഉസ്താദ് വരുന്ന പള്ളിൽഗാനത്തിൽ വരുന്നു എന്ന് മാത്രല്ല, AP ഉസ്താദ് ഉണ്ടാക്കിയ മംഗലാംപുരം പള്ളി ഉദ്ഘാടനം ചെയ്തു കൊടുക്കുന്ന ഒരു ചേഞ്ചിലേക്ക് മുസ്ലിം ലീഗ് നേതൃത്വത്തിന്റെ നിലപാട് വന്നു. ആ നിലപാടിനെ മുസ്ലിം ലീഗിലെ ഉമറാക്കൾ സപ്പോർട്ട് ചെയ്തു. കോളേജ് സിറ്റിയിലേക്ക് പോകരുത് എന്ന് ചേളാരി ചന്തയിലെ മോലിയമാരും ജമ്മും കസൂറാക്കി തിരുവനന്തപുരത്ത് പോയി പറഞ്ഞിട്ടും ഒരു തിരിച്ചെത്തുന്നതിന് മുമ്പ് നോളേജ് സിറ്റിയിൽ വേഗം വന്ന് കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. ഞങ്ങളത് ചതിയാന്ന് മനസ്സിലാക്കിയിട്ടില്ല. അത് ഞങ്ങളെ മയക്കിക്കടത്തിനാന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. അവരുടെ ഉദ്ദേശശുദ്ധി ഞങ്ങൾ ചോദ്യം ചെയ്തില്ല. അതവരുടെ തൗബയായി ഞങ്ങൾ മനസ്സിലാക്കി. അതവരുടെ ചേഞ്ചായി നമ്മൾ അംഗീകരിച്ചു. എങ്കിൽ ഈ മുസ്ലിം സമുദായത്തിൽ ഒരാളെ കൊല്ലുന്നത് ക്രൂരതയാണ്, തോന്നിവാസമാണ്, തമ്മാടിത്തമാണ്. അതോടൊപ്പം ഈ പ്രസ്ഥാനത്തിലെ ഒരു പ്രവർത്തകൻ കൊല ചെയ്യപ്പെടുന്നത് വേദനാജനകമാണ്. എങ്കിലും ഈ സമുദായത്തിൽ ഒരു യോജിപ്പുണ്ടാവുകയാണെങ്കിൽ, ഈ സമുദായത്തിൽ ഒരു മസ്ലഹത്തുണ്ടാവുകയാണെങ്കിൽ അത് നടക്കട്ടെ എന്ന് കരുതി മുസ്ലിം ലീഗ് മാന്യമായ സംയമനത്തിന്റെയും യോജിപ്പിന്റെയും ശൈലിയിലേക്ക് വരുന്നു എന്ന് കണ്ടപ്പോ അതിനെ ഞങ്ങളെ നേതാക്കൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് ഉൾക്കൊള്ളുന്ന രൂപത്തിലേക്ക് ഈ പ്രസ്ഥാനത്തിലെ പ്രവർത്തകന്മാരെ കൊണ്ടുവരാൻ ആ നിലക്ക് ഞങ്ങളെ ഉലമാക്കൾ സംസാരിച്ചിട്ടുണ്ട്. അത് ലീഗിന്റെ പിറകെ പോകലല്ല, മുസ്ലിം ലീഗിന്റെ മധു പറയലുമല്ല. അബ്ദുൽ ഖാദിറിനെ കൊന്നതിന്റെ ശേഷമല്ലേ അത്? തൗബ ഉണ്ടായപ്പോഴാണ് മൂല്യരെ. പക്ഷേ തൗബ കാക്കത്തൗബയാന്ന് ഞങ്ങൾക്ക് തോന്നിയത് മണ്ണാറക്കാട് ഇലക്ഷനിൽ ചുരുങ്ങിയത് ശംസൂനെ മാറ്റിയിട്ട് വേറൊരു മുസ്ലിം ലീഗുകാരനെ എങ്കിലും ഒരു സമവായത്തിന് വേണ്ടി കൊണ്ടുവന്നുകൊണ്ടായിരുന്നുവെങ്കിൽ ആ തൗബയുടെ ഉദ്ദേശശുദ്ധി ഞങ്ങൾ ചോദ്യം ചെയ്യുമായിരുന്നില്ല. തൗബ ഉണ്ടായപ്പോ ഞങ്ങൾ ഉൾക്കൊണ്ടു. തൗബ കാക്കത്തൗബയാന്ന് മനസ്സിലാക്കിയപ്പോ അതിന്റെ തോതിനനുസരിച്ച് ഞങ്ങൾ തിരിച്ചടിച്ചു. കൊലപാതക രാഷ്ട്രീയത്തിൽ അതാണ് നിങ്ങളുടെ പ്രതിഷേധമെങ്കിൽ മുസ്ലിം ലീഗിന് വേണ്ടി നിങ്ങൾ പ്രസംഗിച്ച പ്രസംഗങ്ങൾ ഇനി എന്തു ചെയ്യും? അതൊക്കെ അങ്ങനെ തന്നെ നടക്കുന്നുണ്ട്. മുസ്ലിം ലീഗ് കുണ്ടൂരിലെ കുഞ്ഞൂനെ കൊന്നവർക്ക് സപ്പോർട്ട് ചെയ്തപ്പോ ഞങ്ങൾ പ്രസംഗിച്ചതൊക്കെ അങ്ങനെ തന്നെ ഉണ്ട്. മുസ്ലിം ലീഗിന്റെ ഭാഗത്തുനിന്ന് യോജിപ്പിന്റെയും ഐക്യത്തിന്റെയും വഴി കണ്ടപ്പോ അതിനെ സപ്പോർട്ട് ചെയ്ത് ഞങ്ങൾ പ്രസംഗിച്ചത് അതും അങ്ങനെ തന്നെ ഉണ്ട്. ഞങ്ങളെ നിലപാടിൽ എവിടെയും മാറ്റല്ല. ശത്രുക്കളുടെ നിലപാട് മാറുന്നതിനനുസരിച്ച് ഞങ്ങളെ നിലപാട് മാറും. അത് മണ്ണാർക്കാട്ടേക്ക് ഞാനൊന്ന് കേൾപ്പിച്ചു കൊടുക്കാൻ. അത് നിങ്ങൾ കേൾപ്പിച്ചെന്നാണ് ഞങ്ങൾ പച്ചി പ്രസംഗിച്ചോളേ. CPM-ന്റെ പ്രവർത്തകരുണ്ടെങ്കിൽ നിങ്ങൾ പ്രത്യേകം കേൾക്കണം. ഇവരെ വിശ്വസിച്ച് കൂടെ നിൽക്കണ്ട. നാളെ നിങ്ങൾക്കെതിരെ അവർ പ്രസംഗിക്കും. ഉറപ്പാട്ടോ? ഉറപ്പാണ്. CPM ഞങ്ങളുടെ പ്രസ്ഥാനത്തെ, ഞങ്ങളുടെ പ്രബോധകരെ, ഞങ്ങളുടെ സംഘടനാ സ്വാതന്ത്ര്യത്തെ മുസ്ലിം ലീഗ് ഞങ്ങളെ തെരുവിലിട്ട് വേട്ടയാടുന്നത് പോലെ CPM വേട്ടയാടിയാൽ, കോൺഗ്രസ് വേട്ടയാടിയാൽ, ജനതാദൾ വേട്ടയാടിയാൽ, ഏത് രാഷ്ട്രീയ പ്രസ്ഥാനം ഞങ്ങളെ വേട്ടയാടിയാലും ആ വേട്ടക്കാരിൽ നിന്ന് അനുയായികളെ രക്ഷപ്പെടുത്താനുള്ള നയനിലപാട് ഈ പ്രസ്ഥാനം സ്വീകരിച്ചിരിക്കും. സത്യമാണ്. അതിലെന്താ സംശയം? അതാണോ AP സുന്നി?